ഞാൻ ആദ്യം സൂപ്പർ ഹീറോ മൂവി എന്ന് പറയുമ്പം നല്ല സ്കെപ്റ്റിക്കലായിരുന്നു. കാരണം നമ്മുടെ നാട്ടിൽ നിന്നൊരു സൂപ്പർ ഹീറോ മൂവി വരുമ്പോൾ നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. ഇപ്പം തന്നെ റീസെൻ്റ്ലി ഫണ്ടാസ്റ്റിക് ഫോർ ഇറങ്ങി, സൂപ്പർമാൻ ഇറങ്ങി. ഹലോ, ഹായ്. ഇന്ന് ഞങ്ങളുടെ ഒരു കുട്ടി വ്ളോഗിലേക്ക് നമുക്ക് പോകാം. ആ വ്ളോഗിനകത്ത് ഞങ്ങൾ 3 കാര്യങ്ങളാണ് ഉള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഞങ്ങൾ ലോക ചാപ്റ്റർ 1 എന്ന് പറഞ്ഞ മൂവി കാണാൻ പോവുകയാണ്. അതിൻ്റെ റിവ്യൂ ഉണ്ടായിരിക്കും. രണ്ടാമത് ഞങ്ങൾ മൂവി ബുക്ക് ചെയ്തിരിക്കുന്നത് ലുലു ലെക്സിലാണ്. അപ്പോൾ ലുലു ലെക്സിൽ തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നുള്ളതും. മൂന്നാമതായിട്ട് ഞങ്ങൾ മോളെ ഫസ്റ്റ് ടൈമാണ് തിയേറ്ററിൽ കൊണ്ടുപോയിട്ട് മൂവി കാണുന്നത്. അപ്പോൾ അവളുടെ എക്സ്പീരിയൻസ് എന്താണെന്നുമാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് പോയിട്ട് നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. ഓക്കെ, നമുക്ക് സിനിമ കാണാൻ പോയാലോ? ബെൽറ്റിട് അച്ഛൻ വലിച്ചു തരാം. ഓടി വാ. That can be enriched, you're able to actually create a 360 experience that is more enhanced. ദിയമാഷ, ദിയ, സിനിമ ഇഷ്ടപ്പെട്ടോ? സോ ഞങ്ങൾ പടം കണ്ടു കേട്ടോ. ഞാൻ ആദ്യം സൂപ്പർ ഹീറോ മൂവി എന്ന് പറയുമ്പം നല്ല സ്കെപ്റ്റിക്കലായിരുന്നു. കാരണം നമ്മുടെ നാട്ടിൽ നിന്നൊരു സൂപ്പർ ഹീറോ മൂവി വരുമ്പോൾ എന്തോരം ഡെലിവർ ചെയ്യാൻ പറ്റും, എത്ര അത്. കാരണം ഇഷ്ടംപോലെ സൂപ്പർ ഹീറോ മൂവീസ് നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. ഇപ്പം തന്നെ റീസെൻ്റ്ലി ഫണ്ടാസ്റ്റിക് ഫോർ ഇറങ്ങി, സൂപ്പർമാൻ ഇറങ്ങി. അപ്പം നമ്മുടെ എക്സ്പെക്ടേഷൻ ലെവൽ സൂപ്പർ ഹീറോ എന്ന് പറയുമ്പം നമ്മൾ അതുമായിട്ടാണ് താരതമ്യം ചെയ്യുന്നത്. അന്തസ്സായിട്ട് പറയാം, അതിൻ്റെ ആ ലെവലിൽ തന്നെ കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. എക്സെപ്ഷണൽ പടം. ഇനീഷ്യലി എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം ഓർത്തത് നമ്മുടെ മൂൺ നൈറ്റും മറ്റേ കമലാഖാനും മിസ് മാർവലൂടെ ചേർന്ന ഒരു ടൈപ്പ് ഒരു ക്യാരക്ടർ ആവുമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. അതൊന്നുമല്ല. നമ്മുടെ നാട്ടിലെ കെട്ടുകഥകൾ, ഫോക്ലോർസ്, നമ്മൾ കേട്ട് വളർന്ന കഥകൾ വെച്ചിട്ട് ഒരു സൂപ്പർ ഹീറോ മൂവി അല്ല, ഒരു സൂപ്പർ സിനിമാറ്റിക് യൂണിവേഴ്സ് തന്നെയാണ് അവർ ചെയ്തു വെച്ചേക്കണത്. ഒന്നും പറയില്ല. ഹാറ്റ്സ് ഓഫ് ടു ദി എൻറ്റയർ ടീം. കിടിലം പടം. ഒരു ഫുള്ളി പാക്ഡ് ആയിട്ടുള്ള തിയേറ്ററിൽ പോയി എന്തായാലും കാണുക. കാരണം ഇഷ്ടം പോലെ ക്യാമിയോസ് ഉണ്ട്. അയ്യോ, ആ സീനൊക്കെ വരുമ്പോൾ നമ്മൾ എണീറ്റ് കൈയടിക്കുക. അതാ പറയുക, ഫുള്ളി പാക്ഡ് ആയിട്ടൊരു കിട്ടിലെ തിയേറ്ററിൽ പോയി പടം കാണുക. മസ്റ്റ് വാച്ചാണ്. ഏറ്റവും എടുത്ത് പറയാനുള്ളത് സിനിമാറ്റോഗ്രാഫി, കോസ്റ്റ്യൂം ഡിസൈൻ, പിന്നെ ആർട്ട്, എല്ലാം അടിപൊളി. എൻറ്റയർ ടീമിന് ഹാറ്റ്സ് ഓഫ്. ആൻഡ് ദുൽഖർ സൽമാൻ ടീം, കിടിലം പടം. വി എക്സ്പെക്ട് മോർ ലൈക്ക് ദിസ്. മൂവി ഒരു രക്ഷയില്ല കേട്ടോ. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോകണം. ഒരു ഹോളിവുഡ് മൂവി കാണുന്ന ഒരു ഫീൽ കിട്ടും നമുക്ക്. പിന്നെ ലുലു ലെക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തിയേറ്റർ എക്സ്പീരിയൻസ് സൂപ്പറാട്ടോ. എപ്പോഴെങ്കിലും ഒരിക്കൽ എല്ലാവരും ഒന്ന് പോകണം. കാരണം നമുക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട് ഇരുന്നോ കിടന്നോ ഒക്കെ കാണാൻ പറ്റും. പില്ലോസ് ഉണ്ട്, നമുക്ക് പുതപ്പൊക്കെ തരുന്നുണ്ട്. അപ്പം നമുക്ക് നല്ല സുഖമായിട്ടിരുന്ന് കാണാം. മെയിൻലി ഞാൻ പറയുകയാണെങ്കിൽ കുട്ടികളെ കൊണ്ട് വരുന്നവർക്കാണ് നല്ല പ്രൈവസി കിട്ടും. നമുക്ക് അവരെ വേണമെങ്കിൽ ഫീഡ് ചെയ്യാനോ കംഫർട്ടബിളായിട്ട് ഇരിക്കാനൊക്കെ പറ്റും. ഒരു പോപ്കോണൊക്കെ കൊടുത്ത് ദിയാനിരുത്തി ദിയ സൂപ്പറായിട്ടിരുന്ന് ആ പോപ്കോണൊക്കെ കണ്ട് നമ്മുടെ കൂടെ ഇരുന്ന് സിനിമ ഉണ്ട്. എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം അവൾ ഞങ്ങളൊരു രീതിയിലും ബുദ്ധിമുട്ടിച്ചില്ല. ഞങ്ങൾക്ക് മര്യാദയ്ക്കിരുന്ന് മൂവി കാണാൻ പറ്റി. അതുകൊണ്ട് കുഞ്ഞുമക്കളായിട്ട് ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് സിനിമ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ലുലു ലെക്സ് മസ്റ്റായിട്ടും പോകണം. നിങ്ങൾ പോയി ഒരു നല്ല എക്സ്പീരിയൻസ് ആട്ടോ. പോയിട്ട് വരണം. അപ്പം ഇന്നത്തെ വ്ളോഗ് കഴിഞ്ഞ് ബൈ.